ചില അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം. രണ്ടാമത് പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇന്ന് സൗദിയിലെത്തും. സൗദി സന്ദർശനമാണ്. സൗദിയിൽ വെച്ച് നടക്കുന്ന ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ആയുധക്കരാർ അടക്കമുള്ള നിർണായക കരാറുകളിൽ ഒപ്പുവെച്ചേക്കുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് ആക്രമണം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഗാസയിലെ വെടിനിർത്തൽ നിർദ്ദേശവും പുനർനിർമ്മാണ പദ്ധതിയും ഒക്കെ ആ ഒരു ഉച്ചകോടിയിലെല്ലാം ചർച്ചയാകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ യുഎസിന്റെ മധ്യസ്ഥതയിൽ ഒരു തീരുമാനം ഈ ഒരു സംഘർഷത്തിനുണ്ടാകും എന്നുള്ളതും കൂടിയുണ്ട്. സൗദി സന്ദർശിച്ച ശേഷം ട്രംപ് യുഎഇയും ഖത്തറും സന്ദർശിക്കുമെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം ഈ ഖത്തറിന്റെ ഭാഗത്തു നിന്നും വലിയൊരു സമ്മാനം കൂടി ലഭിക്കുന്നു എന്നുള്ള തരത്തിലാണ് ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. ആ വാർത്തയിലേക്കൊക്കെ നമുക്ക് എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി ഒക്കെ തന്നെ തിരിച്ചെത്താം. എന്തായാലും ഈ ഒരു സന്ദർശനം ഏറെ നിർണായകമാണ് എന്നുള്ളതും കൂടിയാണ്. നിർണായക കരാറുകൾ അടക്കം ഉള്ളതും ഉണ്ടാകും എന്നുള്ളതും കൂടിയുണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ. അതോടൊപ്പം ആയുധ കരാർ അടക്കം ഈ ഒരു ഉച്ചകോടിയിലെല്ലാം ചർച്ചയാകും. ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ പുതിയ കരാറുകളൊക്കെ രൂപപ്പെട്ടേക്കും എന്നുള്ളതും കൂടിയുണ്ട്.